കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഒരു പ്രത്യേകമായ സബ്ജക്റ്റാണ്. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതായ വിഷയം. വ്യത്യസ്തരാവുക. ഈ കാലയളവിൽ നമ്മുടെ ഒരു ടെൻഡൻസി വ്യത്യസ്തരാകാനല്ല, കൂടുതൽ എല്ലാവരോടും ചേർന്നിരിക്കുവാനും, അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒത്തുതീർപ്പുകളാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട്, ലോകക്കാരോട് ഒരു ഒത്തുതീർപ്പിന് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒത്തുതീർപ്പുകളല്ല വേദപുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ല വേദപുസ്തകത്തിൻ്റെ തത്വം. വേദപുസ്തകത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്, വേർപാടാണ്. ഒത്തുതീർപ്പല്ല, വേർപാടാണ്. അങ്ങനെ വേർപെട്ടവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നതായൊരു കാര്യമുണ്ട്. കർത്താവ് തന്നെ പറയുകയാണ്, പല സ്ഥലങ്ങളിലായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഐ ഹാവ് ചോസൻ യു ഫ്രം ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നിന്ന്, നമ്മൾ ആരും ആകാശത്തുനിന്ന് പൊട്ടി വീണവരൊന്നും അല്ല. ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുത്തത് നിങ്ങൾ വ്യത്യസ്തരാകുവാൻ വേണ്ടിയാണ്. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു, ലോകത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്നു. പക്ഷേ ലോകക്കാരായിട്ടല്ല തിരിച്ചുവിടുന്നത്. നേരത്തെ നമ്മൾ ലോകക്കാരായിരുന്നു. ലോകത്തിൽ ലോകക്കാരോടൊപ്പം ലോകക്കാരായിട്ട് ജീവിച്ചു. അന്ന് നമുക്കും സന്തോഷമായിരുന്നു, ലോകത്തിനും സന്തോഷമായിരുന്നു. നമ്മൾ ലോകക്കാരായി ജീവിച്ചാൽ ലോകം നമ്മളെ സ്നേഹിക്കും. പക്ഷേ ലോകക്കാരായിരിക്കാതെ യേശുവിനോട് ചേർന്ന് ദൈവികമായി ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ ലോകം നമ്മളെ പകയ്ക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വ്യത്യസ്തരായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മളെ പകയ്ക്കട്ടെ, പക്ഷേ അതിലുപരിയായി നമ്മൾ ലോകത്തോട് ചേർന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നവരുമാകരുത്. ലോകത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു, ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. അതേപോലെ നമ്മുടെ തലമുറയിൽ ആ ദൈവികത പിന്തുടരാത്ത എല്ലാത്തിനോടും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. പഴയ നിയമത്തിലെ ദൈവം വിളിച്ച ദൈവികരായ ആളുകളുടെ പലരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. അവരെല്ലാം അവരുടെ തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ചവരാണ്. ഹാബേലിൻ്റെയും കയീൻ്റെയും ചരിത്രം നമ്മൾ പഠിച്ചു. ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. കയീൻ്റെ വഴി പഠിക്കരുതെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. കയീനെ പോലെ ആകരുത്. ഹാബേൽ കയീൻ്റെ അനുജനായിരുന്നു. ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ. നല്ല ബന്ധം, തുടക്കത്തിൽ തന്നെ നല്ല ബന്ധം. ഹാബേലിന് ആ ബന്ധം എന്നും ഉണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് കയീൻ വാടാ വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ കയീൻ്റെ പുറകെ പോയവനാ ഹാബേൽ. അത്രയ്ക്കും ബന്ധം ഹാബേലിനുണ്ടായിരുന്നു. പക്ഷേ ഹാബേൽ കയീനെ പോലെ അല്ലായിരുന്നു. ഇതുപോലെ നമ്മൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ വിട്ടുകളയുന്നില്ല. എൻ്റെ അപ്പൻ എന്നും എൻ്റെ അപ്പനാ, എൻ്റെ അമ്മ എന്നും എൻ്റെ അമ്മയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ദൈവിക പാതയിൽ കയറുമ്പോൾ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, ആ യേശുവിന് യോജിക്കാത്തത് എൻ്റെ അമ്മയോ അപ്പനോ സഹോദരന്മാരോ ചെയ്താൽ ഞാൻ അവരെ പോലെ ആവുകയില്ല. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അവർ നമ്മളെപ്പോലെ ആവുക. അത് ചില പ്രയാസമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അവരെ പോലെ ആകുന്ന ഒരവസ്ഥയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവർ നമ്മളെപ്പോലെ ആകട്ടെ. അല്ലെങ്കിൽ ഞാൻ, എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ജേർണലിസ്റ്റാണ്. പക്ഷേ സ്കൂളിൽ തൊട്ട് ഞങ്ങൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നടത്തുവാനും ഇവൻ വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. ഈ അടുത്ത സമയത്ത് അവൻ എന്നെ കണ്ടപ്പോഴും, സാജു അന്ന് പഠിപ്പിച്ച പാട്ട് ഞാൻ ഇതുവരെ മറന്നിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് ആ പാട്ട് പാടുന്നു. 40 കൊല്ലം മുമ്പ്, 45 കൊല്ലം മുമ്പ് പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ പറഞ്ഞതാ. പക്ഷെ ഇപ്പോഴും അവൻ പാടുന്ന പാട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പാടുന്ന പാട്ട് അവൻ പാടണം.
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിൻ്റെ പാട്ട് പഠിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ വല്ലതും പാടുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലാതെ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. വ്യത്യസ്തരാകുക എന്ന് പറയുമ്പോഴത്തേക്ക് മാറി നിൽക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയാം, ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകരുത്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ പല ആളുകളുടെ ചരിത്രം നമ്മൾ കണ്ടു. ഹാബേലിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു, ഹാനോക്കിൻ്റെ ചരിത്രം കണ്ടു. ഹാനോക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ്റെ തലമുറയിൽപ്പെട്ട ലാമക്കിൽ നിന്ന് പോലും അവൻ വ്യത്യസ്തനായിരുന്നു. നോഹയുടെ ചരിത്രം നമ്മൾ കണ്ടു. നോഹയുടെ കാലഘട്ടത്തിലെ എല്ലാ ആളുകളിൽ നിന്നും നോഹ വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരിൽ നിന്നും അബ്രഹാം വ്യത്യസ്തനായിരുന്നു. ഇസഹാക്ക് വ്യത്യസ്തനായിരുന്നു. ഇസഹാക്ക് ഇസ്മായേലിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഏശാവും യാക്കോബും ഉള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് വ്യത്യസ്തനായിരുന്നു. യോസഫ് വ്യത്യസ്തനായിരുന്നു. അവൻ മിസ്രൈമിനെ പോലെ അല്ലായിരുന്നു. മോശയുടെ ചരിത്രം നമ്മൾ പഠിച്ചു. മോശ മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വസിച്ചവനായിട്ട് പോലും അവൻ മിസ്രൈമ്യനെ പോലെ ആയില്ല. അവൻ എന്നും അവൻ്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചു. അവൻ ഒരു എബ്രായനായി ജീവിച്ചു, വ്യത്യസ്തനായി ജീവിച്ചു. മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും അവന് വന്നു ചേരേണ്ടതാണ് അവൻ അവിടെ കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ. എന്നാൽ മിസ്രൈമിൻ്റെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് അവൻ എണ്ണി. തൻ്റെ സഹോദരന്മാരോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. ഒരു തെരഞ്ഞെടുപ്പാണ് അത്, വന്നു പോകുന്നതല്ല, തെരഞ്ഞെടുപ്പാണ്. എനിക്ക് ലോകക്കാരൻ ആകണ്ട, ആ ഒരു തെരഞ്ഞെടുപ്പ്, അതാണ് നമുക്ക് ആവശ്യം. യേശുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എപ്രകാരം വ്യത്യസ്തരായിരിക്കണം എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഭകളിലൊക്കെ ഇത് തുടർമാനമായി പഠിപ്പിക്കണം. നമ്മുടെ വിശ്വാസികളൊക്കെ ഇത് പല പ്രാവശ്യം വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, അതിൻ്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കണം, അത് പഠിക്കണം, അതിനെ ധ്യാനിക്കണം, അതനുസരിച്ച് ജീവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കൺസൈസ്ഡ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ അധ്യായങ്ങളിലാണ്. ലൂക്കോസിലും ഉണ്ട്, എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്. പക്ഷെ ഇവിടെ ആ 3 അധ്യായങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വളരെ കൺസൈസ്ഡ് ആയിട്ട് യേശുവിൻ്റെ ഉപദേശങ്ങളുടെ സംക്ഷിപ്തമായി തന്നിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അനുഗ്രഹീത വചനങ്ങൾ അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. കാരണം ആ ഭാഗങ്ങൾ നമ്മൾ ഓരോന്നും വളരെ ആഴത്തിലുള്ള അർത്ഥം ഉള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയല്ല, സ്വാഭാവികമായി ഒരാൾ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായാണ് അവിടെ യേശു പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ധനികരായവരല്ല, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൊള്ളുന്ന കാര്യമാണ്. ഭർത്താവ് മരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്ന്, ഓ നീ വലിയ ഭാഗ്യവതിയല്ലേ, നീ ദുഃഖിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് പറയണം, ഇല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഏകദേശം അവിടെ പറയുന്നത് ദുഃഖിക്കുന്നവർ എന്ന് പറയുന്നത് മോങ്ങിക്കരയുന്നവർ എന്ന അർത്ഥം വരത്തക്ക രീതിയിലുള്ള ഒരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോങ്ങിക്കരയുന്നവർ, കരച്ചിൽ ഭാഗ്യമാണ് എന്ന് കർത്താവ് പറയാണ്. എന്തുകൊണ്ടാണ്? കരയുമ്പോഴാണ് അവന് രൂപാന്തരം ഉണ്ടാകുന്നത് എന്നതാണ് അതിനകത്തെ വ്യത്യാസം. ആത്മാവിൽ ദരിദ്രരായവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അഭിവാഞ്ച ഉണ്ടാവുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അരക്ഷിതത്വത്തിൽ നിന്നാണ് ആശ്രയബോധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ആളുകളുടെ പ്രശ്നം അവർക്ക് അരക്ഷിതത്വം ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ടെന്താ? ആശ്രയബോധമില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഉച്ചയ്ക്ക് കൊച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം കൊച്ചു വരുമ്പോഴത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ ഞങ്ങൾക്ക് തരണേ. കാര്യമില്ല.
അന്ന് കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെ പിള്ളേരുടെ പിള്ളേർക്കും പല തലമുറകൾക്ക് ആവശ്യമുള്ളത് കയ്യിലുണ്ട്. പിന്നെയും കൂട്ടിവെക്കാനാണ് നമ്മുടെ ആഗ്രഹം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടത്, ബോംബെയിലെ ഒരു സേഠ്ജി ബിസിനസ്സുകാരാണല്ലോ, ഭയങ്കര ബിസിനസ്സുകാരൻ. അവന് അയാൾക്ക് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അയാൾക്കൊരു സംശയം, തനിക്ക് എത്രത്തോളം ബിസിനസ്സുണ്ട്, ഇനിയും ബിസിനസ് നിന്നാലും എങ്ങനെ ജീവിക്കും. അയാളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ സമ്പത്ത് എല്ലാം നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് എനിക്ക് ഇപ്പോഴുള്ള സമ്പത്ത് ഇനി കൂട്ടിയില്ലെങ്കിൽ എത്ര തലമുറ ജീവിക്കാനുള്ളതുണ്ട് എന്ന് ഒന്ന് പറയണം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അയാളുടെ കംപ്ലീറ്റ് അസറ്റ്സിൻ്റെയും ലിസ്റ്റെല്ലാം എടുത്തു, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, സേഠ്ജി, ഇനി അങ്ങ് ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അടുത്ത 20 തലമുറയ്ക്കുള്ളത് അങ്ങ് ഇപ്പോൾ തന്നെ സമ്പാദിച്ചിട്ടുണ്ട്. അടുത്ത 20 തലമുറയ്ക്കുള്ളത്. ഇയാൾ ഒരൊറ്റ കരച്ചിലാണ്. എന്നാന്നറിയാമോ? എടോ, അപ്പം എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുമടോ? എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? നമ്മുടെയൊക്കെ പ്രശ്നം പണ്ട് നമ്മുടെ പിള്ളേർ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ആശ്രയബോധമുണ്ടാവുകയില്ല. എപ്പോഴും ഇല്ലായ്മയിൽ നിന്നാണ് ആശ്രയബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇല്ലായ്മയും ഒരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. ഉള്ളപ്പോഴും ആശ്രയിക്കണം. ഉള്ളപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? അതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇന്നത്തേക്കും നാളത്തേക്കും ഈ വർഷത്തേക്കുള്ളതെല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമായിരിക്കും. അങ്ങനെയല്ല. കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആഹാരം എനിക്ക് തരുന്നത് നീയാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പഠിക്കണം. എപ്പോഴും ദൈവാശ്രയത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഞാൻ ബിയാറ്റിറ്റ്യൂഡ്സിലേക്ക് കടക്കുന്നില്ല നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. പക്ഷേ ആ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ്. സാധാരണക്കാർ പഠിപ്പിക്കുന്ന, സാധാരണ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഉപദേശമാണ് യേശു പറയുന്ന കാര്യം. വ്യത്യസ്തം. എല്ലാ രീതിയിലും യേശുവിൻ്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാ രീതിയിലും യേശുവിൻ്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലയളവിലെ ഒരു വലിയ പ്രോബ്ലമാണ് നമ്മളുടെ സെൽഫിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നത്. അഹം ബ്രഹ്മാസ്മിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ സെൽഫിൻ്റെ പ്രൊമോഷനാണ്. നിൻ്റെ സെൽഫിനെ നീ ബിൽഡ് ചെയ്യണം. യോഗ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ യോഗയെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? യോഗ അഹം ബ്രഹ്മാസ്മിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഞാനാണ് ബ്രഹ്മൻ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു നിലയിൽ ഞാൻ വലിയവനാണ് എന്ന് പറയുന്ന എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് യോഗ. ചിലപ്പം പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, യോഗയ്ക്കകത്ത് പ്രശ്നം വല്ലതും ഉണ്ടോ? ഉണ്ട് മക്കളെ, യോഗയിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് ഒരാളിനോട് ചോദിച്ചു, ഇന്നിപ്പോൾ എല്ലായിടത്തും യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ശുഭ്ര ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജിൻ്റെ സിലബസ് മേക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവളും കൂടെ അതിൻ്റെ ഫാക്കൽറ്റിയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു ചോദ്യം, നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമോ എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ ആയി. ശുഭ്ര പറഞ്ഞ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ചൂസ് ചെയ്യാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്ക് കൊടുത്തേ പറ്റൂ. കാരണം അതിനകത്ത് നന്മ കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ യോഗ ഒരു ആത്യന്തികമായ കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഗയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സെൽഫിൻ്റെ പ്രൊമോഷനാണ്. അതായത് ഞാൻ എൻ്റെ സെൽഫിനെ വലുതാക്കുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനാണ് യോഗ, എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ. എന്നാൽ എന്താണ് യേശു പഠിപ്പിക്കുന്നത്? സെൽഫിൻ്റെ ഡിനയലാണ് യേശു പഠിപ്പിക്കുന്നത്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ലോകം പഠിപ്പിക്കുന്ന യോഗയല്ല, അതിൻ്റെ നേരെ വിപരീതമാണ് യേശു പഠിപ്പിക്കുന്ന സെൽഫ് ഡിനയൽ.
ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, ഇതുപോലെ യേശുവിൻ്റെ ഉപദേശങ്ങളിലെല്ലാം ലോകത്തിൻ്റെ ടീച്ചിങ്ങിന് ഡിഫറൻ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ലോകക്കാർ പഠിപ്പിക്കുന്നത് പോലെ അല്ല യേശു പഠിപ്പിക്കുന്നത്. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ.